ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. നാട്ടുവോട്ടിന് പഠിക്കലാണ് കേരളം. 5 വർഷത്തേക്ക് മെമ്പറെ കണ്ടെത്താൻ നാട്ടുകാർക്ക് അധികാരം കിട്ടുന്ന ദിനത്തിന് ഇനി 2 ആഴ്ച ദൂരം മാത്രം. പൊട്ടിത്തെറികളും തമ്മിൽ തല്ലും വാക്പോരും ഇപ്പോഴും മുന്നണികളിൽ തുടരുകയാണ്. വിമതശല്യമാണ് വല്ലാത്ത തലവേദന. ഒരു വാർഡിൽ തന്നെ 2ഉം 3ഉം 4ഉം വിമതർ സ്ഥാനാർത്ഥികളാകുന്ന വിചിത്ര കാഴ്ചയ്ക്കും ഈ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുകയാണ്. ഇതിനൊക്കെ പുറമെയാണ് ജനാധിപത്യത്തെ നിശബ്ദമാക്കുന്ന ഭീഷണികൾ. എതിരഭിപ്രായമില്ലാത്ത, എതിർ ശബ്ദങ്ങളില്ലാത്ത, എതിർവാക്കുകളില്ലാത്ത കോട്ടകൾ സ്വപ്നം കാണുന്നവർക്ക് മത്സരാർത്ഥികളെ തട്ടാനും മടിയില്ല. ദേശപ്പോര് കടുക്കുന്നു എന്നതാണ് ചോദ്യം. CPM പ്രതിനിധിയായി ശ്രീ പി ജയരാജനാണുള്ളത്. കോൺഗ്രസ് MLA ചാണ്ടി ഉമ്മൻ, മുസ്ലിം ലീഗിൽ നിന്നും PK നവാസ്, വലതു നിരീക്ഷകനായി ബിജു നായർ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ ശ്രീ പി ജയരാജനിലേക്ക് പോവുകയാണ്. ശ്രീ ജയരാജൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവെ ഇടതുപക്ഷത്തിനാണ് വിജയം ഉണ്ടാകാറ്. ഇത്തവണയും അതിൽ മാറ്റമുണ്ടാകില്ല എന്നുള്ളതാണോ നിങ്ങളുടെ ആത്മവിശ്വാസം? പക്ഷേ 2 തുടർ ഭരണങ്ങൾക്ക് ശേഷം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരുപാട് വിവാദ വിഷയങ്ങളുമുണ്ട്. ഇവിടെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് അധികാര വികേന്ദ്രീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് നടപ്പാക്കുന്നത്. രാജ്യത്ത് കോൺഗ്രസും BJPയും അധികാര വികേന്ദ്രീകരണം ഫലവത്തായി നടപ്പാക്കുന്നതിന് എതിര് നിന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. അവിടെയാണ് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ മാതൃക കാണിച്ചിട്ടുള്ളത്. കേരളം അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കാര്യത്തിൽ ഒരു മാതൃകയാണ്. കേരളപ്പിറവിക്ക് ശേഷം 57-ലെ EMS ഗവൺമെൻറ് കാലത്ത് EMS ചെയർമാനായി രൂപീകരിച്ച ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ശുപാർശയാണ് അധികാര വികേന്ദ്രീകരണം. കോൺഗ്രസ്സുകാർ പറയുന്നത് 92-ലെ 73-ഉം 74-ഉം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചാണ്. പക്ഷേ അതിന് 5 വർഷങ്ങൾക്ക് മുമ്പ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് ജില്ലാ കൗൺസിലുകൾ രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. ഞാനതിലെ പ്രഥമ കൗൺസിലിലെ അംഗമായിരുന്നു. 90-ൽ തെരഞ്ഞെടുപ്പ് നടന്നു. 91-ൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു, പിരിച്ചുവിട്ടു. അന്നത്തെ ജില്ലാ കൗൺസിൽ യഥാർത്ഥത്തിൽ അതായിരുന്നു കേരളത്തിൻ്റെ പരിതസ്ഥിതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര വികേന്ദ്രീകരണ പ്രക്രിയ നടപ്പാക്കാൻ തുടങ്ങിയത്. അതായത് കളക്ടർ, സെക്രട്ടറി എന്ന് മാത്രമല്ല കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും അടക്കം തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എന്ന നിലക്ക് ഈ തുടരുക. അതേസമയം ജില്ലാ കൗൺസിലിൻ്റെ കീഴിലാണ്. ഇങ്ങനെ ത്രിതലത്തിലുള്ള സംവിധാനം, സംസ്ഥാന ഗവൺമെൻറ്, ജില്ലാ കൗൺസിൽ, അതിൻ്റെ താഴെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, ഇതിനെ കേന്ദ്രീകരിക്കുന്ന നിലയിലേക്ക് മാറ്റിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഭരണഘടനാ ഭേദഗതി വന്നിട്ടുള്ളത്. അപ്പോൾ ഭരണഘടനാ ഭേദഗതി വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ നടപ്പാക്കിയത് ഇടതുപക്ഷമാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഇപ്പം നടപ്പിലുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് 50% കൂടുതൽ റിസർവേഷൻ അതിവിടെ കേരളത്തിലാണല്ലോ. എന്ന് മാത്രമല്ല അധികാരവും പണവും താഴെ തലത്തിലേക്ക് വിന്യസിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം. ഇതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഒരു കാഴ്ചപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടാണ് ഇത് കേരളത്തിൽ ഈ വിധം അധികാര വികേന്ദ്രീകരണ പ്രക്രിയ, അതായത് ജനാധിപത്യത്തെ അർത്ഥപൂർണ്ണമാക്കുന്ന പ്രക്രിയ കേരളത്തിൽ നടപ്പായത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തിയുടെ ഫലമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനാണ് ഫലപ്രദമായി അധികാരത്തിൽ മുന്നോട്ട് പോകാനാവുക, ജനങ്ങൾക്ക് സേവനം നൽകാനാവുക എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുമ്പും ജയിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും LDF നല്ല വിജയം നേടും എന്നാണ് അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ശ്രീ ജയരാജൻ, പക്ഷേ ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണല്ലോ. അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതിൽ പാർട്ടിയിലെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ ഉൾപ്പെട്ടത്, അത് അവരുടെ അവധാനതക്കുറവായിട്ടാണ് അങ്ങ് അതിനെ വിശദീകരിച്ചത്. അങ്ങ് അതിനെ കാണുകയും ചെയ്യുന്നത് അവധാനതക്കുറവ് എന്നാൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ച കണ്ടെത്തുന്നതിൽ പറ്റിയ അവധാനതക്കുറവ്. പക്ഷെ അങ്ങനെയല്ല, അവർ സ്വർണ്ണക്കൊള്ളയുടെ സൂത്രധാരനാണ്. പ്രത്യേകിച്ച് പത്മകുമാറിന്റെ കാര്യത്തിൽ പത്മകുമാറാണ് സൂത്രധാരൻ എന്നടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. പത്മകുമാറിന്റെ സ്വത്ത് പരിശോധിക്കുന്നു, SIT അവിടെ പരിശോധനയിൽ പല രേഖകളും കണ്ടെത്തിയെന്ന് പറയുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ ഒരുപാട് വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ഇപ്പോഴും പത്മകുമാർ പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണ് ദിവസവും. അപ്പോൾ ഇതൊക്കെ തന്നെയും കേരളം ചർച്ച ചെയ്യുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതൊന്നും വിഷയമാകില്ല. പക്ഷേ
അതിലപ്പുറം സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന വികസനം മാത്രം ചർച്ച ചെയ്യും എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് ശ്രീ ജയരാജൻ? തീർച്ചയായിട്ടും സ്മൃതി പറഞ്ഞ വിഷയം ഈ സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്, അതിൽ നിന്ന് യാതൊരു തർക്കവും ഇല്ല. പക്ഷേ നിങ്ങൾ ഈ CPM-കാരായിട്ടുള്ള 2 പേരെ പറ്റി പറഞ്ഞല്ലോ. ആദ്യം അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവർക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടോ? സ്മൃതിക്ക് CPM-നെ പറ്റി പറയുമ്പോൾ കുറച്ച് നല്ല നിലക്ക് രക്തമോട്ടം ഉണ്ടാവും. അതേസമയം ഈ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകളെ അതിനു മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അവർക്കെന്താ രാഷ്ട്രീയ ബന്ധം? ഇവിടെ ഒരു പോറ്റിയുണ്ടല്ലോ, ആ പോറ്റിയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമായി ഒത്തുചേരുന്ന ഒട്ടനവധി ഫോട്ടോകൾ ഫേസ്ബുക്കിലൊക്കെ പ്രചരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ അത് രാഷ്ട്രീയ ബന്ധത്തിൻ്റെ വിഷയമല്ല. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അന്വേഷിക്കണം. സംസ്ഥാന ഗവൺമെൻറ് അതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. പലരും കോടതിയിൽ പോയി CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. അതല്ല, സംസ്ഥാന പോലീസിൽ ഹൈക്കോടതി തന്നെ വിശ്വാസം അർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ SIT അന്വേഷിച്ചു വരികയാണ്. അതിനകത്ത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം, അതാണ് നിലപാട്. അപ്പോൾ അത് ആരായി കഴിഞ്ഞാലും തെറ്റ് ചെയ്താൽ നടപടിക്ക് വിധേയമാവണം. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള അവരുടെ രാഷ്ട്രീയ ബന്ധം നിങ്ങൾ അന്വേഷിക്കാതിരിക്കുക. CPM-നെ ബന്ധപ്പെടുത്താനുള്ള വല്ലതും ഉണ്ടെങ്കിൽ അതിനെ പർവ്വതീകരിക്കുക. അതൊന്നും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലുതായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അതിൻ്റെ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കൃത്യമായി നടക്കും. കുറ്റവാളികളായിട്ടുള്ള ആളുകൾ കുറ്റാരോപിതരെന്ന നിലക്ക് പിടിക്കപ്പെടും, അറസ്റ്റ് ചെയ്യപ്പെടും, നടപടികൾ നീങ്ങും. അതും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഈ കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ വികസനക്ഷേമ പരിപാടികളാണ്. അതാണ് ഈ കേരളത്തിൽ UDF-നെയും BJP-യെയും വിഷമിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്രസക്തമായിട്ടുള്ള ചിലതിനെ വലിയ നിലക്ക് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ജയരാജൻ, അതൊരു ആഗ്രഹ ചിന്തയല്ലേ? കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിഷയമേ ആകില്ല എന്ന് കരുതുന്നത് എത്രത്തോളം ശരിയാണെന്നൊരു ചോദ്യമുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ സർക്കാർ ഒരു അന്വേഷണം നടത്തുകയല്ല ചെയ്തത്. അല്ല, ഞാൻ പറയട്ടെ, ഹൈക്കോടതിയിലേക്ക് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിലേക്ക് പോയതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയാണ് അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് SIT രൂപീകരിക്കുന്നത്. അല്ലാതെ സർക്കാർ മുൻകൈ എടുത്ത് നടത്തിയ അന്വേഷണമല്ല. അതിൽ ഹൈക്കോടതി ആവശ്യപ്പെട്ടത് പ്രകാരമാണല്ലോ ഈ അന്വേഷണം നടക്കുന്നത്. അങ്ങ് പറയുന്നത് ഒരു ഘട്ടം വരെ ശരിയാണ്. സർക്കാർ അതിൽ ഇടപെടുന്നില്ല, സർക്കാരിന് ഇടപെടാനുമാകില്ല. സർക്കാർ ഇടപെടുന്നില്ല, അത് അന്വേഷണം അതിൻ്റെ വഴിക്ക് പോകുന്നു. അതുകൊണ്ടാണല്ലോ CPM നേതാക്കൾ അതിൽ പ്രതികളായി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴും സർക്കാർ അതിൽ നിന്ന് മാറി നിൽക്കുന്നു. പക്ഷേ പാർട്ടിയുടെ ആൾക്കാരാണ്, പാർട്ടിയുടെ നേതാക്കളാണ്, ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നുണ്ട് പത്മകുമാർ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി വിശദീകരിക്കാൻ പറ്റുന്നുണ്ടോ? അത് ഉറപ്പായിട്ടും പ്രതിപക്ഷം ആയുധമാക്കുന്നുണ്ട് ശ്രീ ജയരാജൻ. നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അത് തന്നെയാണ് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങൾ ആയുധമാക്കുമല്ലോ. പക്ഷേ ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലക്ക് റിപ്പോർട്ടർ ചാനലും സ്മൃതി പരുത്തിക്കാടും അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായിട്ടുള്ള വിഷയം എന്ന് ചിത്രീകരിക്കുന്നത്. CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് പറയുമ്പോൾ അതേക്കുറിച്ച് ഒന്നും പറയാനില്ലാതെ കോൺഗ്രസിനൊന്നും പറയാൻ പറ്റില്ല, BJP-ക്കൊന്നും പറയാൻ പറ്റില്ല. അധികാരം ജനങ്ങളിലേക്ക് കൊടുക്കുന്ന പ്രക്രിയക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ന വിഷയം ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണം. അതാണ് മുഖ്യമായിട്ടുള്ള വിഷയം. ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിൽ അതിൻ്റെ അളവിൽ കുറവ് വന്നു, പരിശോധിക്കണം. ആരാണ് കട്ടെടുത്തത് എന്ന് കണ്ടെത്തണം, ശിക്ഷാ നടപടിക്ക് വിധേയമാക്കണം. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന അഭിപ്രായത്തോട് ഞാൻ ശക്തമായിട്ട് വിയോജിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ഈ കേരളത്തിൽ ഫലപ്രദമായി നടപ്പാക്കിയത് ഇടതുപക്ഷമാണ്. സ്മൃതിക്ക് അതിനെ നിഷേധിക്കാൻ പറ്റുമോ? രണ്ടാമത്, വികസനത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെയും BJP-യുടെയും വലതുപക്ഷ സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്ക് വേറിട്ടൊരു നിലപാടുണ്ട്. ആ നിലപാട് ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യണം, ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യണം. അതെന്താണ്? വികസനത്തിൻ്റെ ഹരിശ്രീ തുടങ്ങേണ്ടത് ഈ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗങ്ങളിൽ നിന്നാണ്. അവിടുന്ന് ഹരിശ്രീ തുടങ്ങണം. അക്കാര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പലതും ചെയ്തിട്ടുണ്ടല്ലോ. ഈ 10 വർഷത്തോളമായി കേരളത്തിൽ പിണറായി സർക്കാർ ഭരിച്ച കാലത്ത് സമൂഹത്തിലെ 62 ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. അത് 2000 ഉറുപ്പികയായിട്ട് വർദ്ധിപ്പിക്കുന്നു. 45 ഉറുപ്പിക 80-ൽ തുടങ്ങിയതാണ്, എന്നിട്ടാണ് 2000-ലേക്ക് എത്തിയത്.
ഇത് UDF ഗവൺമെൻറ് കാലത്താണോ ഈ വർധനമൊക്കെ വരുത്തിയത്, അതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്താണോ? ഈ ചോദ്യത്തിന് മറുപടി പറയിപ്പിക്കലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ 9 വർഷം പൂർത്തിയാക്കി 10ലേക്ക് ആര് വർദ്ധിപ്പിച്ചു? നിങ്ങൾ 9 വർഷം പൂർത്തിയാക്കി 10 വർഷത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ ഭരിക്കുന്ന കാലയളവിൽ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതാണ് സർക്കാരിന്റെ ദൗത്യം. ഇത് UDF കാലത്ത് ഒരു വർധനയും ഉണ്ടായിട്ടില്ല. ഇത് നടാടെ സംഭവിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതത് കാലത്തെ സാമ്പത്തിക സാഹചര്യം അനുസരിച്ച് ഞാൻ പറയുന്നത് അതത് കാലത്തെ എന്തായിരുന്നോ ഉണ്ടായിരുന്നത് അതിൽ നിന്നുള്ള വർധനയാണ് ഉണ്ടാവുക. അതിൽ നിന്ന് ഒരു ശതമാനമാണ് വർധനയുണ്ടാവുക. ആ രൂപത്തിലാണ് ഇവിടെയും വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ 2500 ആണല്ലോ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത്. ആ 2500ലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും എത്തും. അതല്ല യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആ വർധന വരിക. ഇത് തന്നെയാണ് കേന്ദ്രത്തിൽ ബി ജെ പി നടപ്പാക്കുന്ന രീതിയും. ശ്രീ പി ജയരാജൻ, അതായത് കേന്ദ്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങളിതാ വികസനം കൊണ്ടുവന്നിരിക്കുന്നു, ഈ വികസനത്തെക്കുറിച്ച് മാത്രം മിണ്ടണം, മറ്റൊന്നും ശബ്ദിക്കരുത് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം അത് സമാനമായ രീതിയിൽ ഇവിടെ ആവർത്തിക്കുന്നുണ്ടോ എന്നൊരു സംശയം തോന്നിയാൽ കുറ്റം പറയാൻ പറ്റുമോ ശ്രീ ജയരാജൻ? ജനാധിപത്യത്തെ നശിപ്പിക്കുന്ന BJPയെ രക്ഷപ്പെടുത്താനുള്ള വാദമാണ് യഥാർത്ഥത്തിൽ സ്മൃതി ഉന്നയിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് RSS BJP പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള തെളിവാണല്ലോ ജനങ്ങളാകെ, ഉദ്യോഗസ്ഥന്മാരാകെ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന അവസരത്തിൽ SIR ആ സമയത്ത് തന്നെ ഞങ്ങൾ കൊണ്ടുവരും, വോട്ടർ പട്ടിക പുനഃപരിശോധന ഈ സമയത്ത് തന്നെ നടപ്പാക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി ജനാധിപത്യത്തിൻ്റെ എല്ലാ അംശങ്ങളെയും നശിപ്പിക്കുന്ന BJPയെ രക്ഷപ്പെടുത്താനാണ് സ്മൃതിയെപ്പോലെയുള്ള ആളുകൾ ഈ വാദം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ജനാധിപത്യത്തെ അർത്ഥപൂർണ്ണമാക്കുന്ന ഒന്നാണ്. രണ്ടാമത്, വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കോൺഗ്രസിൻ്റെതിൽ നിന്നും BJPയിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിനെ മറച്ചു വെക്കുന്നതിന് വേണ്ടി ശബരിമല പറയും, മറ്റ് കാര്യങ്ങൾ പറയും. അതിനൊക്കെ ആ തരത്തിൽ ചർച്ച വഴിതിരിച്ചു വിടാനുള്ള പരിശ്രമത്തെയാണ് ഞങ്ങൾ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളമുള്ള കേസ് അന്വേഷിക്കട്ടെ, കുറ്റവാളികളെ കണ്ടെത്തട്ടെ. പക്ഷെ ഞാനിവിടെ ഒറ്റ കാര്യം സ്മൃതിയോട് ചോദിക്കുന്നത്, ഈ പറയുന്ന 1900 ഒറ്റ കാര്യം അവസാനിപ്പിക്കാം. ഒരു കാര്യം മാത്രം, അതിൽ മാത്രം പറയണ്ട. 1980 45 കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്ത് തുടങ്ങിയതിന് ശേഷം UDF എപ്പോഴൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ട്, എത്ര വർഷം കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട്, എത്ര പൈസയാണ് വർദ്ധിപ്പിച്ചത് എന്ന് സ്മൃതി പറഞ്ഞാൽ മതി. കോൺഗ്രസിന്റെ പ്രതിനിധിക്കും അതിന് മറുപടി പറയാൻ അവസരമുണ്ട്. ശരി, 80 മുതലുള്ള കാര്യങ്ങളുടെ വിലയിരുത്തലാണ്. ശരി, 80 മുതലുള്ള കാര്യങ്ങളുടെ വിലയിരുത്തലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചെയ്യുക എന്നാണ് അങ്ങ് പറഞ്ഞത്. ഒറ്റ കാര്യമുള്ളൂ, അങ്ങ് പറഞ്ഞല്ലോ ഈ നിയമത്തിന്റെ വഴിക്ക് പോകുന്നു എന്ന രൂപത്തിൽ പോകുമ്പോൾ പാർട്ടി അവരോട് എടുക്കുന്ന സമീപനം, പത്മകുമാർ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണല്ലോ, അതിലൊരു കൃത്യമായ വിശദീകരണം നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഈ കള്ളം ചെയ്തവരെ ഒരു തരത്തിലും സംരക്ഷിക്കില്ല എന്ന് പറയുകയും ഇപ്പോഴും പാർട്ടിയിൽ തുടരുകയും ചെയ്യുന്നു. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിശദീകരിക്കേണ്ടി വരും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. തീർച്ചയായിട്ടും പറയൂ. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്, കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടട്ടെ, അപ്പോൾ പാർട്ടി ആവശ്യമായിട്ട് നടപടി എടുക്കുമെന്ന് പറയുന്നുണ്ട്. CPM ആണ് പറയുന്നത്, കോൺഗ്രസിനെ പോലെയുള്ള പാർട്ടിയോ BJPയെ പോലെയുള്ള പാർട്ടിയല്ല. CPIM ഒരു കാര്യം പറഞ്ഞാൽ നടന്നിരിക്കും. കുറ്റവാളിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം തുടരുന്ന ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ വരട്ടെ. ആ അവസരത്തിൽ എന്താണ് നടപടി എന്ന് ഞങ്ങൾ ആലോചിക്കും. ഈ കൂടുതൽ എന്ന് പറയുമ്പോൾ എത്ര തീവ്രതയുള്ള വിവരം കിട്ടണമെന്നാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല ശ്രീ ജയരാജൻ. അങ്ങേതായാലും അങ്ങയുടെ പരിമിതിയിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ അത് മതി. ഞാൻ ശ്രീ ചാണ്ടി ഉമ്മനിലേക്ക് വരാം. ശ്രീ ചാണ്ടി ഉമ്മൻ, ഇപ്പോൾ ഇടത് ഭരണം LDFന്റെ കാലത്താണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു സമീപനം, അവർക്കുള്ള കൃത്യമായ സമീപനം, അധികാര വികേന്ദ്രീകരണം എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു നയമല്ല, കോൺഗ്രസിന് അങ്ങനെ ഒരു വിചാരമില്ല. അതോടൊപ്പം തന്നെ ഇവിടെ ഈ പെൻഷൻ അടക്കം, സാമൂഹ്യ പെൻഷൻ അടക്കം വർധന നടത്തിയതിന്റെ ഒരു കണക്കാണ് പറയുന്നത്. UDF കാലത്ത് എത്ര കൂട്ടിയിട്ടുണ്ട്, LDF കാലത്ത് എത്രയാണ് കൂട്ടിയിട്ടുള്ളത്. ഈ 9 വർഷത്തെ വികസന നേട്ടങ്ങളാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുക. മറ്റൊന്നും കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങളൊന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫലവത്താകില്ല എന്നുള്ളതാണ് CPMന്റെ ആത്മവിശ്വാസം. അതിനൊരു അടിസ്ഥാനം കൂടിയുണ്ട്. എല്ലാ കാലത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനാണ് വിജയമുണ്ടാകാറുള്ളത് എന്നൊരു യാഥാർത്ഥ്യം കൂടെ നിൽക്കുന്നു. ശ്രീ ചാണ്ടി ഉമ്മൻ. എനിക്ക് വളരെ തമാശ തോന്നുകയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടപ്പോൾ. കാരണം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാത്തൊരു വിഷയം, ആ വിഷയത്തെ ചൊല്ലി കേരളം ആകെ സ്തംഭിപ്പിച്ച് കേരളത്തിൽ മൊത്തം
വലിയ ഒരു കൊള്ള നടന്നു എന്ന പേരിൽ ഇവിടെ LDF നടത്തിയ സമരങ്ങൾ, LDF നടത്തിയ ചർച്ചകൾ എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണ്. ആരും ഇത് മറന്നിട്ടില്ല ഇല്ലേ? സോളാർ സമരങ്ങൾ ഇപ്പം അവസാനം മല എലിയെ പെറ്റതുപോലെ ആയില്ലേ? ഒന്നുമില്ലാത്തൊരു കാര്യം, ₹1 സർക്കാരിന് നഷ്ടപ്പെടാത്ത ഒരു കാര്യത്തെ ചൊല്ലി കേരളത്തിലെ മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞും കേരളത്തിലെ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ശ്രമിച്ചും ഇവിടെ കേരളത്തിലെ ഭരണകൂടത്തെ സ്തംഭിപ്പിച്ചും മുന്നോട്ട് പോയവർ ഇന്ന് പറയുകയാണ് ശബരിമല പോലെ ലോകം ആരാധനയോടെ നോക്കുന്ന, ലോകത്തെ സകല മനുഷ്യർക്കും, അതായത് മലയാളികളുള്ളിടത്ത് എല്ലായിടത്തും വളരെ ആരാധനയോടെ നോക്കുന്ന, എല്ലാവരും ഒന്നായി കരുതുന്ന, ആരൊക്കെ കടന്നു വരുന്നു അവരെയൊക്കെ ഈശ്വരനെന്ന് സ്വയം പറയുന്ന ഒരു ദേവസ്ഥാനത്തിൽ കൊള്ള നടന്നിട്ട് കേരളത്തിലെ വിശ്വാസികളെ വഞ്ചിച്ചിട്ട് അവിടെ ആ ചർച്ച കേരളത്തിൽ വിലപ്പോകത്തില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇരട്ടത്താപ്പ് എന്ന് പറയേണ്ടി വരികയാണ്. സോളാർ സമരം വലിയ സംഭവമായിരുന്നു. പക്ഷേ ശബരിമലയിൽ കോടിക്കണക്കിന് രൂപ ഇവിടുത്തെ ഭക്തജനങ്ങളെ കൊള്ളയടിച്ച് അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചിട്ട് അത് ചർച്ചയാവില്ല എന്ന് പറയുന്നവർ എന്താണ് അർത്ഥമാക്കുന്നത്? അവർ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുക. അപ്പൊ വികസനത്തിന്റെ കഥ പറയുന്നു. ഇപ്പോ നമ്മുടെ മുഖ്യമന്ത്രി തിരുവനന്തപുരം മെട്രോവുമായി കടന്നു വന്നിരിക്കോ? തിരുവനന്തപുരം മെട്രോ 9 വർഷക്കാലം എവിടെയായിരുന്നു തിരുവനന്തപുരം മെട്രോ? എല്ലാ ഇലക്ഷൻ അടുക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു ഞങ്ങൾ തിരുവനന്തപുരത്ത് മെട്രോ നടപ്പിലാക്കും. ഇത് 9 വർഷങ്ങൾക്ക് മുമ്പ് UDF സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ തറക്കല്ലിട്ട് പണി തുടങ്ങണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോയതാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചതുകൊണ്ട് നടക്കാതെ പോയി. അവസാനം എന്തായി? ഇത് 9 വർഷക്കാലം ഇന്നൊരു ഫ്ലൈ ഓവറിന്റെ ഉദ്ഘാടനം നടത്താൻ പോവുക, അല്ലെങ്കിൽ അതാണ് ഇവിടുത്തെ മെട്രോ എന്ന് പറഞ്ഞുകൊണ്ടാ. UDF സർക്കാർ അങ്ങനെയായിരുന്നു. 2011 തറക്കല്ലിട്ടു, 15 അതിന്റെ എല്ലാ പ്രവർത്തനവും നടത്തി, 16 ട്രയൽ റൺ നടത്തി ഇല്ലേ? UDF സർക്കാർ പോകുന്നതിന് തൊട്ട് മുമ്പ് കൊച്ചി മെട്രോ ട്രയൽ റൺ നടത്തിയതിനു ശേഷം, അതുകൊണ്ട് ഇന്ന് കൊച്ചിയിൽ മെട്രോ ഉണ്ട്. LDF ആയിരുന്നെങ്കിൽ അടുത്ത 50 വർഷം കഴിഞ്ഞാലും ഇതേപോലെ ഓരോ മുടന്തൻ ന്യായം പറഞ്ഞുകൊണ്ട് വികസനത്തെ മുടക്കിയേനെ. പിന്നെ പെൻഷന്റെ കാര്യം പറയുന്നു. 2011 38 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തത്, അതായത് 11 ലക്ഷത്തിൽ നിന്ന് 38 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അപ്പോൾ ഏത് മാനദണ്ഡത്തിലാണ് LDF ഇവിടെ മേനി പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. വികസനം എടുത്തു നോക്കൂ. ഇപ്പൊ പറയുന്നൊരു കാര്യം എന്താ പറയുക, നമ്മുടെ സീപ്ലെയിൻ വരുന്നു എന്നുള്ളതാ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സീപ്ലെയിൻ പറന്നു പൊങ്ങിയതാ. അതിനെ തടസ്സമിട്ടത് മീൻ കുഞ്ഞുങ്ങൾ മരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വള്ളം എന്താ പറയാ കായലിലിട്ടുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്തി ലാൻഡ് ചെയ്യാതെ അന്ന് മുടങ്ങിപ്പോയ പദ്ധതി എന്താണ് 9 വർഷക്കാലം ഈ സർക്കാർ നടപ്പിലാക്കായിരുന്നത്? ഇലക്ഷൻ എടുക്കുമ്പോൾ പാലക്കാട് ഇലക്ഷന്റെ തലേ ദിവസം സീപ്ലെയിൻ പറക്കുന്നു. ഇപ്പോഴെന്താ സീപ്ലെയിൻ വീണ്ടും കൊണ്ടുവരിക? എന്തോ 200 പോയിന്റുകൾ സീപ്ലെയിൻ എതിർക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ എതിർക്കുന്നു. പക്ഷെ അവർ എന്താ 9 വർഷം ഇവർ നടപ്പിലാക്കാൻ താമസം? ഞാൻ എത്രയോ അവര് പുതിയ രീതിയിൽ ഞാൻ ചോദിക്കട്ടെ, ബോട്ടുകൾ അവിടെ ഹൗസ് ബോട്ടുകളില്ലേ, ആ ഹൗസ് ബോട്ട് അവിടെ ഉണ്ടാക്കുന്ന എന്താ പറയാ അത് അവിടെ ഒരു പ്രദൂഷണം ഉണ്ടാക്കുന്നില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അപ്പൊ ചില പ്രശ്നങ്ങൾ എല്ലായിടത്തും കാണും. ഇങ്ങനെയുള്ള ടൂറിസം മേഖലയിൽ മാറ്റങ്ങൾ വരുമ്പോൾ ലോകത്ത് ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനമല്ലേ സീപ്ലെയിൻ? കേരളത്തിൽ മാത്രം വരുമ്പോൾ പുതിയ പുതിയ അർത്ഥങ്ങൾ കൊണ്ടുവരികയും പുതിയ പുതിയ ന്യായങ്ങൾ കൊണ്ടുവന്നതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന എന്തിനാണ്? അപ്പോൾ ഇത് വികസനം വരുമ്പോൾ, മാറ്റം കൊണ്ടുവരുമ്പോൾ അതിനെ തടഞ്ഞിട്ട് ഇന്ന് 9 വർഷക്കാലം വികസനം നടത്താതെ, പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കാതെ, ഇലക്ഷൻ എടുത്തപ്പോൾ 2000 രൂപയാക്കി എന്ന് പറയുന്നു. ഈ ഇലക്ഷന് തൊട്ടു മുമ്പല്ലേ പറഞ്ഞത്? അല്ലാതെ 5 വർഷം മുമ്പോ 9 വർഷം മുമ്പോ കൊടുത്തിട്ടുണ്ടോ ഈ പെൻഷൻ 2000 രൂപ? ഇന്ന് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ 2500 ആക്കും എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത് രണ്ടുപേരും ഒരേ വഴിക്കാണ് പോകുന്നത്. BJPയും CPMഉം ഒരേ വഞ്ചിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ എടുക്കുമ്പോൾ ജനങ്ങളെ പറ്റിക്കുവാൻ, അവരുടെ കണ്ണിൽ പൊടിയിടുവാൻ, ഇതേപോലത്തെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ശ്രമം, അത് ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾ കാണാതിരിക്കത്തില്ല. ശബരിമലയിലെ കൊള്ള, സ്വർണ്ണക്കൊള്ള, കോടികൾ ഇവിടുത്തെ ആൾക്കാർക്ക് നഷ്ടമുണ്ടാക്കിയ കൊള്ള ഒരു അവതാരവും ഉണ്ടാകത്തില്ല. ഒരു അവതാരങ്ങളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ കാലത്ത് തന്നെ പല അവതാരങ്ങളുണ്ടായി. പല അവതാരങ്ങളിൽ ഒന്ന് അങ്ങ് ശബരിമലയിൽ പോയി ഇവിടുത്തെ മലയാളിയുടെ മനസ്സിലെ എല്ലാമായ അയ്യന്റെ സ്വർണം കട്ടിട്ട് ആ എന്താ പറയുക ആ കള്ളത്തരത്തിന് കൂട്ടുനിന്നിട്ട് അതൊന്നും ചർച്ചയാവത്തില്ല എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല.
കേരളം ഇത് ചർച്ച ചെയ്യും. ഈ ചർച്ച കേരളത്തിലെ ഓരോ സാധാരണക്കാരനെയും ബാധിക്കുന്ന ഒരു ചർച്ചയാണ്. അത് അധികാര വികേന്ദ്രീകരണത്തിന്റെ പേരിലൊന്നും രക്ഷപ്പെടാതെ വിചാരിക്കേണ്ട. ഇവിടെ അധികാര വികേന്ദ്രീകരണം നടത്തിയിരിക്കുന്നത് രാജീവ് ഗാന്ധി തുടങ്ങി നരസിംഹറാവു തുടങ്ങിയുള്ള കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരാണ്. ആ തുടക്കമാണ് ഇന്ന് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. സോണിയാഗാന്ധി നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റാണ് 50% വനിതകൾക്ക് ഇവിടെ സംവരണം കൊണ്ടുവന്നത്. അങ്ങനെ എത്ര പദ്ധതികൾ ഇവിടുത്തെ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇതിന്റെ പേരിൽ CPM മേനി നടിക്കാമെന്ന് വിചാരിക്കേണ്ട. ശരി, പക്ഷേ ശ്രീ ചാണ്ടി ഉമ്മൻ, നിങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ ജില്ലകളിലും ഓരോ നേതാക്കൾക്കാണല്ലോ ചുമതല. അങ്ങനെ ചുമതല കൊടുത്തിരിക്കുന്നു. ആ നിലയ്ക്ക് ചിട്ടയായ പ്രവർത്തനം നടക്കുമെന്ന് തോന്നിയിരുന്നു. പക്ഷേ പലയിടത്തും നിങ്ങളുടെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ വിമതന്മാരാണ്. വിമതന്മാർ എന്ന് പറയുമ്പോൾ യൂത്ത് കോൺഗ്രസിൽ നിന്ന് അടക്കം വിമതരുള്ള ചില സ്ഥലങ്ങളുണ്ട്. 3-4 പേരൊക്കെയാണ് വിമതരായിട്ടുള്ളത്. ഇന്നിപ്പോൾ കെ മുരളീധരൻ പറയുന്നത് കേട്ടു, നാളെയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. നാളെ പിൻവലിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് പാർട്ടിയിൽ സ്ഥാനമുണ്ടാകില്ല എന്ന്. അങ്ങനെ പാർട്ടിക്ക് പുറത്തേക്ക് പോകാൻ എത്ര പേരാണ് നിൽക്കുന്നത്? എത്ര ഇടത്താണ് വിമത ശല്യമുള്ളത്? ഇതെന്താണ് പരിഹരിക്കാൻ പറ്റാത്തത്? അല്ല, അത് സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ്. പല അഭിപ്രായങ്ങൾ കാണും, പല ആഗ്രഹങ്ങൾ കാണും. പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആഗ്രഹിച്ച വിധം നടപ്പിലാക്കാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ അവിടെ അവസരം എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. പരിമിതമായിട്ടുള്ള അവസരങ്ങളാണ്. ആ പരിമിതിക്കുള്ളിൽ നിന്ന് പാർട്ടി ചെയ്യാവുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പാർട്ടി ഒരു നിലപാട് ശ്രീ കെ മുരളീധരൻ അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാണോ അവർക്ക് വേണ്ടി കേരളത്തിലെ മുഴുവൻ പ്രവർത്തകരും നിന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ഫൈനലായിട്ടുള്ള നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ആ ശക്തിയോടൊപ്പം നിൽക്കാൻ എല്ലാവരും ആഗ്രഹിക്കും. ഇപ്പൊ പാർട്ടി നയമില്ലാത്തവർ പാർട്ടിക്ക് പുറത്താണ് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് വിമതര് എല്ലാ പ്രാവശ്യവും ഉണ്ട്. ഇതൊരു പുതിയ കാര്യമല്ല. വളരെ കുറച്ച് വിമതർ, എൻ്റെ കാഴ്ചപ്പാടിൽ വളരെ കുറച്ച് വിമതർ മാത്രമേ ഈ പ്രാവശ്യം ഉള്ളൂ. ഇപ്പം മുൻകാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ പാർട്ടി ഡിസിപ്ലിൻ വലിയ രീതിയിൽ പാലിക്കുവാൻ മിക്കവാറും ഉള്ള സ്ഥലങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. ചിലയിടത്ത് ചില വിമതർ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് പാർട്ടിയുടെ ജയസാധ്യതയെ ബാധിക്കുന്നതല്ല. അവരോടൊപ്പം ജനമനസ്സ് കാണത്തില്ല എന്നുള്ളത് തന്നെ എൻ്റെ വിശ്വാസം. ശരി, പി.കെ. നവാസ്, ലീഗിനെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആത്മവിശ്വാസം എത്രത്തോളമാണ്? നിങ്ങളെ സംബന്ധിച്ച് മുന്നണിക്കകത്തെ തർക്കം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ മലപ്പുറത്ത് യൂത്ത് ലീഗും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചിലതൊക്കെ പരിഹരിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സാധ്യതയുള്ള ഇടത്ത് പോലും നിങ്ങൾക്ക് സീറ്റ് നൽകിയില്ല എന്നുള്ളൊരു പരാതി, കോൺഗ്രസിനോടുള്ള പരാതി പാണക്കാട് തങ്ങൾ തന്നെ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നവാസ്, ഇപ്പോൾ ഈ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലീഗിനെ സംബന്ധിച്ച് എത്രത്തോളം ആത്മവിശ്വാസം നൽകുന്നതാണ്? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആത്മവിശ്വാസത്തെ ചോർത്ത് കളയുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നിങ്ങൾ പറഞ്ഞ പോലെ സ്വാഭാവികമായ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശികമായ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അത് പരിഹരിച്ചു പോകുന്നിടത്താണ് പാർട്ടിയുടെ മിടുക്കുണ്ടാവുക. ഇപ്പോൾ സ്മൃതിയുടെ ചോദ്യത്തിന്റെ ഉത്തരം സ്മൃതി തന്നെ പറഞ്ഞു. പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് ഒട്ടുമിക്കം പരിഹരിച്ചിട്ടുണ്ട്. അത് പരിഹരിക്കുക എന്നാണ് പരിഹരിച്ചുകൊണ്ടാണ്. തീർച്ചയായും അങ്ങനെ ഓരോന്നും പരിഹരിച്ചു തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ കഴിയും. ഇനി ഏതെങ്കിലും പരിഹരിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ പോലും, ഇപ്പം നാളെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിന് അവസാന തീയതി സമയവും കഴിഞ്ഞാലും എല്ലാം പരിഹരിക്കാൻ കഴിയുമെന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. ഇനി ഏതെങ്കിലും അന്നേരം പൂർത്തീകരിക്കാൻ കഴിയാതെ പോയാലും സംസ്ഥാന ലീഗ് നേതൃത്വം നേരിട്ട് ഇടപെട്ട് തന്നെ അതിന് പരിഹാരം കാണാൻ വേണ്ടി കഴിയും. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പ് നേരിടുന്നൊരു ഘട്ടമാണുള്ളത്. ഇപ്പോൾ നേരത്തെ നിങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ CPM പ്രതിനിധി ശ്രീ ജയരാജൻ സഖാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, എന്താണ് യഥാർത്ഥം ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇവിടെ എല്ലാം ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങൾ ഈ കാലഘട്ടങ്ങൾ അനുഭവിച്ചു തീർന്ന എല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടണം. അവിടെ ശബരിമല ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല. പകരം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ പ്രാദേശിക കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ മതി എന്ന് ഇങ്ങനെ വിവേചനം ഇത് ആരുണ്ടാക്കുന്നതാണ്? ഈ ചർച്ച ചെയ്യണ്ട എന്ന അജണ്ടകൾ ആരും നിശ്ചയിക്കപ്പെടുന്നതാണ്? ജനങ്ങളെ സംബന്ധിച്ച് അവന്റെ ഇമോഷൻസ്, അവന്റെ അനുഭവങ്ങൾ അതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. നോക്കൂ, ഇപ്പോ നേരത്തെ ചാണ്ടിയുമാണ് അത് കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ചർച്ച ചെയ്യില്ലേ? ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചും PDP യെ കുറിച്ചും ചർച്ച ചെയ്യണം. അങ്ങയുടെ പുസ്തകത്തിലെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചും അങ്ങയുടെ പുസ്തകത്തിൽ എഴുതിയ PDP യെ കുറിച്ചും അബ്ദുൽ നാസർ മദനിയെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യണം. അങ്ങനെ ഒന്ന് മാത്രമായിട്ട് മാറ്റി വെക്കുന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. എല്ലാം ചർച്ച ചെയ്യേണ്ട തെരഞ്ഞെടുപ്പാണ്. ഇപ്പൊ PDP ചർച്ച ചെയ്യട്ടെ, നാസർ മദനി ചർച്ച ചെയ്യട്ടെ, ജമാഅത്തെ ഇസ്ലാമി ചർച്ച ചെയ്യട്ടെ, SDPI ചർച്ച ചെയ്യട്ടെ. ഇന്ന് പുറത്തു വന്ന പാലത്തായി കേസിലെ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗം പറഞ്ഞ അങ്ങേയറ്റം വർഗീയവും വിഷം തുപ്പുന്നതുമായ പരാമർശം അതും ചർച്ച ചെയ്യപ്പെടട്ടെ. അതിനെ പിന്തുണച്ചു വന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതാവിന്റെ പരാമർശം ചർച്ച ചെയ്യപ്പെടട്ടെ. അങ്ങനെ എല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട തെരഞ്ഞെടുപ്പ് തന്നെയാണ് സഖാവ് ഈ തെരഞ്ഞെടുപ്പ്. അത് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല.
അങ്ങനെ ജനങ്ങൾ കേട്ടതും കണ്ടതും അനുഭവിച്ചതുമായ എല്ലാം ചർച്ച ചെയ്ത് തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ പോകേണ്ടത്. എങ്കിലും ഒരു ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ സഖാവിടെ പറഞ്ഞതുപോലെ ഒരു ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ ആണ് കൂടുതൽ ചർച്ചയ്ക്ക് വരിക. അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾ എന്ന് പറയുന്നത്, അപ്പോൾ നമുക്കൊക്കെ അറിയാലോ, സാധാരണക്കാരൻ്റെ സർക്കാർ എന്ന് പറഞ്ഞാൽ കളക്ടറേറ്റിലേക്ക് പോകുന്ന സാധാരണക്കാരൻ എത്ര പേരുണ്ടാവും? ഈ കേരളത്തിൻ്റെ തിരുവനന്തപുരത്ത് പിന്നെ സെക്രട്ടേറിയറ്റിലേക്ക് പോകണമെന്ന് ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിക്കാത്ത ലക്ഷക്കണക്കിന് ജനങ്ങൾ കേരളത്തിലുണ്ട്. അവരൊക്കെ എല്ലാ ദിവസവും ദൈനംദിനം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മേഖലയിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഏറ്റവും വലിയ, നേരത്തെ സ്മൃതി ചോദിച്ചല്ലോ ഞങ്ങൾ ആത്മവിശ്വാസം എന്താണ് എന്ന്, ഞങ്ങളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത് പിണറായി സർക്കാർ 9.5 വർഷം ഭരിച്ചതിന് ശേഷം നടക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. സ്മൃതി, നിങ്ങളൊരു വീട്ടുടമയാണല്ലോ. നമ്മളെല്ലാവരും ജീവിക്കുമ്പോൾ ഒരു ദിവസത്തെ പകലിനെ മാത്രം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക്. ഇന്ന് രാത്രി നമ്മൾ പോയി കിടന്നുറങ്ങി, നാളെ രാവിലെ എണീറ്റാൽ നമ്മുടെ കിടപ്പ് മുറിയിൽ ആദ്യം നമ്മൾ ചെയ്യുക ഒന്നെങ്കിൽ ഫാൻ അല്ലെങ്കിൽ AC ഓഫ് ആക്കിയിട്ട് നമ്മൾ ലൈറ്റ് ഓൺ ആക്കും. ഇവിടെ കറണ്ട് ചാർജ്, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ കറണ്ട് ചാർജ് ഈടാക്കുന്ന ഒരു കാലഘട്ടം ഈ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലുള്ള മറ്റൊരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ജനങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്, ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ടോയ്ലറ്റിലേക്ക് ചെന്ന് അംഗശുദ്ധി വരുത്താൻ വേണ്ടി ശ്രമിച്ചാൽ അവിടെ വെള്ളക്കരം, കേരളത്തിന്റെ ചരിത്രത്തിലെ ഇത്രയേറെ വെള്ളക്കരം ചുമത്തിയ ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ മറ്റൊന്നില്ല. ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അടുക്കളയിലേക്ക് ചെന്ന് ഒരു കട്ടൻ ചായ ഇട്ട് കുടിക്കാൻ വിചാരിച്ചാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ ഒക്ടോബർ മാസത്തെ കണക്ക് പുറത്തു വന്നു. തുടർച്ചയായി 10 മാസങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഉണ്ടാകുന്ന സ്റ്റേറ്റിന്റെ പേര് കേരളം. ഞങ്ങൾ പറഞ്ഞാലല്ലോ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ ഏറ്റവും പുതിയ കണക്ക് വന്നു. അപ്പോൾ വിലക്കയറ്റത്തിൽ കുതിച്ചു കയറുന്ന കേരളം ജനങ്ങൾ അനുഭവിച്ചു തീർക്കുന്നുണ്ട്. എന്തിനേറെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സഖാവിന്റെ ദേശാഭിമാനി എഴുതിയത് എന്താണ്? ഇനി വിലക്കയറ്റം ഉണ്ടാവില്ല എന്നാണ്. ആ ദേശാഭിമാനിക്ക് 2 രൂപ ചില്ലാനം വില കൂടിയ കാലത്താണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ദേശാഭിമാനി പത്രം വായിക്കുന്ന സാധാരണക്കാരായ സഖാക്കളിലും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അന്ന് പത്രം വായിച്ച അതേ സഖാവ് ഇന്ന് വാങ്ങുന്ന പത്രത്തിന്റെ വില നോക്കിയാൽ കേരളത്തിലെ UDF സർക്കാരിന്, UDF ഗവൺമെന്റിനെ പഞ്ചായത്തുകളിൽ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സാധ്യമാവും. ഇത് മാത്രമല്ല, നിങ്ങൾ പരിശോധിച്ച് നോക്ക്, കേരളത്തിലെ പെട്രോൾ ഡീസൽ വില വർധന സെൻട്രൽ ഗവൺമെന്റാണ് നടപ്പിലാക്കുന്നത്. 2 രൂപ സെസ് വാങ്ങുന്ന ഗവൺമെന്റാണ് പിണറായി വിജയൻ ഗവൺമെന്റ്. ഇത്രയേറെ സെസ് വാങ്ങുന്ന ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിന്റെ പേര് സഖാവിന് പറയാൻ വേണ്ടി കഴിയോ? ഇത്രയേറെ സെസ് വാങ്ങുന്ന മറ്റൊരു സ്റ്റേറ്റ് പെട്രോൾ ഡീസലിന് അത് പിണറായി സർക്കാരാണ്. അത് മാത്രമാണ് ഉമ്മൻചാണ്ടി സർക്കാർ 2015-16 സാമ്പത്തിക വർഷത്തിൽ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക്, പഞ്ചായത്ത്, വില്ലേജ്, കൃഷിഭവൻ, ഞാൻ നേരത്തെ പറഞ്ഞ സാധാരണക്കാരന്റെ പഞ്ചായത്തുകളാണ്. ഈ 3 സ്ഥാപനങ്ങൾ വഴി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വരുമാനം ഉണ്ടായിരുന്നത് 1000 മുതൽ 1300 കോടി രൂപയാണ്. എന്ന് വെച്ചാൽ 1000 മുതൽ 1300 കോടി രൂപ ജനങ്ങളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകളുടെ ചാർജ്, ഫീസ്, നികുതി ഈ ഇനത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഖജനാവിലേക്ക് വന്നിരുന്നു. എന്നാൽ പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കാലത്ത് കഴിഞ്ഞ വർഷത്തെ ബജറ്റിന്റെ കണക്കെടുത്ത് പരിശോധിക്ക്, പഞ്ചായത്ത്, വില്ലേജ്, കൃഷിഭവൻ ഉൾപ്പെടെയുള്ള ഈ 3 പ്രാദേശികമായ 3 സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് മാത്രമായി പിരിച്ചെടുത്തത് 3500 മുതൽ 3700 കോടി രൂപയാണ്. എന്താ ഈ മാറ്റം ഉണ്ടായത്? പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പഞ്ചായത്തിൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടം അല്ലല്ലോ നടത്തുന്നത്. അവിടെ എന്താ നടത്തിയത്? ജാതി സർട്ടിഫിക്കറ്റിന് 100% വർധനവ് അനുഭവിച്ച സാധാരണക്കാരനാണ്. ഇൻകം സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും വിദ്യാർത്ഥികൾ വാങ്ങുന്നതാണല്ലോ, 400% വർധനവുണ്ടായി. റെസിഡൻസ് സർട്ടിഫിക്കറ്റ് 300% വർധനവ്, ബിൽഡിംഗ് പെർമിറ്റിന് 200% വർധനവ്, റവന്യൂ സർട്ടിഫിക്കറ്റ് 300% വർധനവ്, ഭൂനികുതി, കെട്ടിട നികുതി അതിന്റെ വർധനവ്. ഇതൊക്കെ ഓരോന്നോരോന്ന് പറഞ്ഞു തന്നാൽ ഇത് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസം ഞങ്ങൾക്കുള്ളത്. ഒരു കാര്യം ഞാൻ പറയട്ടെ സ്മൃതി, 1200 സ്ക്വയർ ഫീറ്റിന്റെ ഒരു കൊച്ചു വീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്ലിക്കേഷൻ ഫീസ് 30 രൂപ, പെർമിറ്റ് ഫീസ് 392 രൂപ, ആകെ ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടത് 422 രൂപ. അത് പിണറായി സർക്കാർ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ അപ്ലിക്കേഷൻ ഫീസ് 1000 രൂപ, പെർമിറ്റ് ഫീസ് 5600 രൂപ, 6600 രൂപ ഒരു വീടെടുക്കാൻ. സാധാരണക്കാരൻ ഒരു വീടെടുക്കുന്നതിന് പോലും കൊള്ളയടിക്കുന്ന ഒരു ഗവൺമെന്റ് പെൻഷന്റെ 400 രൂപ കൂട്ടി. അതുകൊണ്ട് ഞങ്ങൾ ക്ഷേമ സർക്കാരാണ്, ഞങ്ങൾക്ക് ജനങ്ങൾ പിന്തുണ തരുമെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് മുമ്പിലുള്ളത്. പക്ഷേ പാവപ്പെട്ടവന് വീടുണ്ടാക്കാൻ 6 ലക്ഷം കൊടുക്കുന്നു, അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം. നവാസ്, അത് അതിദരിദ്ര, എൻ്റെ പ്രിയപ്പെട്ട സ്മൃതി, അതിദരിദ്രമില്ലാത്ത സംസ്ഥാനം ഇവർ എവിടെ നോക്കി പറഞ്ഞതാണ്? ഞങ്ങൾ ആ വാചകത്തെ തന്നെ കടമെടുക്കുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ക്യാമ്പയിനുകളിലൊന്ന് അതിദരിദ്രരുണ്ടോ, ഓരോ നാട്ടിലും നാട്ടുകാർ പരിശോധിക്കട്ടെന്നേ. ഇപ്പൊ എൻ്റെ വാർഡ്, ഞാൻ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിലെ മൂന്നിയൂർ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ താമസിക്കുന്ന ആളാണ്. എൻ്റെ വാർഡിൽ അതിദരിദ്രരുണ്ടോ? ഞങ്ങൾ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാം. എന്തിനേറെ ഇത് ഇങ്ങനെ പൊള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ നമ്പർ 1 കേരളം എന്ന് പറഞ്ഞ് പൊള്ളത്തരം പറഞ്ഞുകൊണ്ടല്ലാതെ യാഥാർത്ഥ്യം ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സ്മൃതി, നിങ്ങളുടെ ചാനൽ ചർച്ച ചെയ്യാൻ ഇത്തരം സംഗതികൾ ഉണ്ടാക്കാം. ശ്രീ ജയരാജന്റെ ചോദ്യം കേൾക്കാം. ശ്രീ ജയരാജൻ ചോദിച്ചോളൂ. മലപ്പുറത്ത് ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിൽ നടക്കം ഓരോ പഞ്ചായത്തിലെയും അതിദരിദ്രരുടെ കണക്ക് കൊടുത്തിട്ട് ആ അതിദരിദ്രരെ ഞങ്ങൾ മുക്തമാക്കി എന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ശരി.
നവാസ് ലീഗ് ഭരിക്കുന്ന പഞ്ചായത്ത് അടക്കം കണക്ക് കൊടുത്തിട്ടുണ്ട്. ഈ അതിദരിദ്രരുടെ പറയാവോ? ഈ പറയുന്ന അതിദരിദ്രരുടെ പട്ടിക നിങ്ങൾ ഒരു മിനിറ്റ് ജയജാൻ സഖാവേ, അതിദരിദ്രരുടെ പട്ടിക നിങ്ങൾ ഉണ്ടാക്കുന്നതും അതിന്റെ മാനദണ്ഡങ്ങളൊക്കെ നമ്മൾ എത്ര തവണ ചർച്ച ചെയ്തതാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഫാബ്രിക്കേറ്റഡ് ആയ സ്റ്റോറികളല്ലാതെ യാഥാർത്ഥ്യത്തിന് എന്തെങ്കിലും പുലബന്ധം അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ ഞാൻ നോക്കട്ടെ, കേരളത്തിൽ നിങ്ങളുടെ തന്നെ മന്ത്രി നിയമസഭയിൽ പറഞ്ഞ കണക്കും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അതിദാരിദ്ര്യ മുക്തമായ കേരളത്തിന്റെ കണക്കും തമ്മിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ വ്യത്യാസമില്ലേ? ഈ വ്യത്യാസം എങ്ങനെ ഉണ്ടായതാ? 6 ലക്ഷം നിങ്ങൾക്ക് നിയമസഭയിൽ പറയാം, അതിമുക്തമായ കണക്ക് പറയുമ്പോൾ അതിന്റെ പകുതിയിൽ താഴെ മാത്രം കണക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ദരിദ്രരെ മുക്തമാക്കാൻ തോന്നുമ്പോൾ എണ്ണം അങ്ങ് കുറയ്ക്കുക, കേരളത്തിന് എണ്ണം കുറയ്ക്കുക. അതുകൊണ്ട് പട്ടിണി മാറില്ല സഖാവേ, അതുകൊണ്ട് വിശപ്പ് മാറില്ല, അതുകൊണ്ട് ആളുകൾ ഭക്ഷണം എത്തില്ല. നിങ്ങൾ കണക്ക് കൊണ്ട് ഗിമ്മിക്സ് കാണിക്കാം, യാഥാർത്ഥ്യം കൊണ്ട് ഗിമ്മിക്സ് കാണിക്കാൻ വേണ്ടി കഴിയില്ല. ശരി, നവാസ് പറഞ്ഞതിനോട് ശ്രീ ജയരാജന്റെ മറുപടികൾ ഉണ്ടായി. ഞാൻ ജയരാജനിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ ബിജു നായരിലേക്ക് പോയിട്ടില്ല. ശ്രീ ബിജു നായർ, ഇപ്പോൾ BJPക്ക് ഇത്തവണ പലയിടത്തും സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റിയിട്ടില്ല. പുതിയ സംസ്ഥാന പ്രസിഡന്റ് വന്ന ശേഷം ചിട്ടയായ പ്രവർത്തനം എന്നാണ് BJPയുടെ അവകാശവാദം. പക്ഷേ പലയിടത്തും പല നേതാക്കളുടെയും ആളുകളെ വെട്ടുന്നു എന്നുള്ള പരാതിയുണ്ട്. ഇപ്പോൾ കോഴിക്കോട് MT രമേശിന് താല്പര്യമുള്ളവരുടെ പേരുകൾ അംഗീകരിക്കുന്നേയില്ല എന്നുള്ളൊരു പരാതി അവിടെ നിന്ന് ഉയരുകയാണ്. പാലക്കാടാകട്ടെ 45 പാലക്കാട് നിന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം അത് നിങ്ങളുടെ ഏറ്റവും ശക്തിയുള്ള കോട്ടയാണ്. അവിടെ 45 സ്ഥാനാർത്ഥികളെ നിർത്താൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം മറ്റ് രാഷ്ട്രീയ പാർട്ടികളല്ല, നിങ്ങളുടെ പാർട്ടിക്കകത്തെ പരസ്പരമുള്ള പോര്. അതിന്റെ ഭാഗമായിട്ട് അവിടെ 45 സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റില്ല. ഇതാണ് BJPയുടെ ഇവിടുത്തെ സ്ഥിതി. അപ്പോൾ എന്താണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്നത്? അല്ല, ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BJP ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്ന ഒറ്റ കക്ഷി. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കുവാൻ സാധിക്കും? ഏറ്റവും കൂടുതൽ ഒരു മുന്നൊരുക്കത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് BJP തന്നെയാണ്. പക്ഷേ BJP ഇന്നും 3-ാം സ്ഥാനത്ത് തന്നെയാണ് കേരളത്തിൽ എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാലം ഇനി മുന്നിലേക്ക് പോകേണ്ടതുണ്ട്. അത് ഇവിടെ മറച്ചു വെക്കുന്നില്ല. പക്ഷേ എല്ലാ സീറ്റിലും സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിന് എന്തെങ്കിലും ഗ്രേസ് മാർക്ക് ഇവിടെ ഉള്ളതായിട്ട് എനിക്കറിവില്ല. കിട്ടുന്ന സ്ഥാനാർത്ഥികൾ അവർ എത്രത്തോളം ജനങ്ങളുമായി സംവദിക്കുന്നു, ജനങ്ങളുടെ വോട്ട് നേടുന്നു, അങ്ങനെ വിജയിച്ചു വരുന്നു എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്ന യാർഡ് സ്റ്റിക്ക്. അപ്പോൾ അവിടെ നമ്മൾ 25% വോട്ട് നേടിയെടുക്കും ഈ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായി മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു ഗോളാണ്. അപ്പം അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ചോദിച്ചത് ശ്രീ ബിജു നായർ. അതായത് നിങ്ങൾക്ക് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ മുന്നോട്ട് വെക്കുന്ന പേരുകൾ തള്ളുന്നു. ഇപ്പോൾ കോഴിക്കോട് ഒരു ഉദാഹരണമായി ഞാൻ പറഞ്ഞതാണ്, MT രമേശിന് താല്പര്യമുള്ള പല ആളുകളെയും വെച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത് അവിടെ പ്രചാരണത്തെ ബാധിക്കും, സ്ഥാനാർത്ഥിയുടെ വിജയത്തെ ബാധിക്കും, ഇതൊക്കെ ബാധിക്കുമല്ലോ. അപ്പോൾ പലയിടത്തായി ഇത് കാണുന്നു. പാലക്കാട് നിങ്ങളുടെ ഏറ്റവും ശക്തിയുള്ള ഇടത്ത് പോലും ഇതാണ് സ്ഥിതി. അവിടുത്തെ പോര് പരസ്യമായി പുറത്തു വന്നു കഴിഞ്ഞതുമാണ്. ഇത് താങ്കൾ പറയുന്നതാണ്. പക്ഷേ ഈ താങ്കൾ പേരെടുത്ത് പറയുന്ന നേതാക്കൾ പോലും ഇങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് താങ്കൾ ഇവിടെ ഓർമ്മിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നരേറ്റീവുകൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. BJP ഒരു വർഗീയ പാർട്ടിയാണെന്നും BJPക്ക് അകത്ത് എപ്പോഴും പോരാണ് എന്നുള്ളതും ഒക്കെ നമ്മൾ കണ്ട് തഴമ്പിച്ചതും കേട്ട് മനം മടുത്തതുമായ വിമർശനങ്ങളാണ്. അതൊക്കെ പണ്ടത്തെ കഥയാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് വികസനത്തെ മുൻനിർത്തി ആരാണ് വിജയം നേടുവാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജയരാജൻ സാഹിബ് പറഞ്ഞ വളരെ വിസ്തരിച്ചാണ് അദ്ദേഹം പറഞ്ഞെങ്കിലും അതിലുള്ള പ്രധാനമായി അദ്ദേഹം പറഞ്ഞത് കേരള നമ്പർ 1, ആ നമ്പർ 1 ആക്കിയത് ഇടതുപക്ഷം എന്നാണ്. അദ്ദേഹം അധികാര വികേന്ദ്രീകരണത്തിൻ്റെയൊക്കെ ക്രെഡിറ്റ് ഒരു ആകെ മൊത്തം തന്നെ അടിച്ച് മാറ്റുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം 50% സ്ത്രീ സംവരണം കൊണ്ടുവന്നത് പോലും 2006 ബീഹാറിലാണ്. അതുപോലെ തന്നെ മറ്റു പല മേഖലകളിൽ എന്ന പോലെ ഈ ഒരു അധികാര വികേന്ദ്രീകരണത്തിന്റെയും ക്രെഡിറ്റ് LDFന് ഒരു രീതിയിലും അവകാശപ്പെടുവാൻ സാധിക്കുകയില്ല. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയൊന്നും LDFനെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് എന്തോ ഒളിച്ചു വെക്കുവാനുണ്ട് എന്നുള്ളതാണ്. കാരണം അവരുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ അവർ പറയേണ്ടിയിരുന്നത് എന്താണ്? ഇത് ജനങ്ങൾ ഒരു വിഷയമാക്കട്ടെ, ജനങ്ങൾ ഇതും കൂടെ കണക്കിലെടുത്ത് വോട്ട് ചെയ്യട്ടെ, കാരണം നമുക്ക് ഇതിൽ പങ്കില്ല, ഉദ്യോഗസ്ഥരാണ് ഈ സ്വർണ്ണക്കൊള്ള നടത്തിയത് എന്നിവർ തുറന്ന് സമ്മതിക്കുവാനുള്ള ആ ഒരു നട്ടെല്ല് പോലും കാണിക്കാത്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇവർക്ക് ഇതിൽ ഒളിക്കുവാനുണ്ട് എന്നുള്ളതാണ്. ഈ ഉദ്യോഗസ്ഥർ ഇവരുടെ ചൊൽപ്പടിക്ക് നിന്നുകൊണ്ടാണ് ഈ കൊള്ള നടത്തിയെടുത്തത്. മാത്രമല്ല ഈ ഒരു അത് ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടിയാണ് ഈ ഒരു അന്വേഷണത്തിന് കാരണമായി ഭവിച്ചത്. എന്നിട്ട് പോലും ഈ അന്വേഷണത്തിൽ ഇന്ന് സാധാരണ ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇത് ഉന്നത തലങ്ങളിലേക്ക് എത്തുന്നില്ല.
ഇപ്പോഴും തെളിവ് നശിപ്പിക്കുകയും അതുപോലെ ഉന്നതരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം പോലും മുന്നോട്ട് പോകുന്നത്. ടു ലിറ്റിൽ ടു ലേറ്റ് എന്നാണ് ഈ ഒരു അന്വേഷണത്തെ കുറിച്ച് ജനങ്ങൾക്ക് പറയുവാനുള്ളത്. മാത്രവുമല്ല, ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം നടത്തുന്ന ഒരു പൊറാട്ട് നാടകം മാത്രമാണ് ഈ അന്വേഷണം. ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തവർ തന്നെ പുറത്തു വരികയും ഈ അന്വേഷണങ്ങളൊന്നും ശരിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ട് അവർ വളരെ കോടതിയുടെ നിരീക്ഷണത്തെ നിങ്ങൾ സംശയിക്കുകയാണോ? ഒരു കാര്യമുണ്ട്, അല്ല, കോടതിയുടെ നിരീക്ഷണത്തെ സംശയിക്കുന്നുണ്ടോ ശ്രീ ബിജു നായർ? കോടതിയുടെ നിരീക്ഷണത്തെ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. കോടതിയുടെ മേൽനോട്ടത്തിൽ പോലും ഇല്ല അന്വേഷണത്തെ അട്ടിമറിക്കുവാനുള്ള സഹാക്കളുടെ കഴിവ്. കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം എന്നുള്ള രീതിയിലുള്ള ഇവരുടെ പ്രവർത്തനം അത് നമ്മൾ പല കാലങ്ങളായി കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് സംശയമുള്ളത്. ശരി, അപ്പോൾ ശ്രീ ബിജു നായർ, നിങ്ങളെ സംബന്ധിച്ച് ഒരു സർക്കാരിനെ തെരഞ്ഞെടുത്ത ബി.ജെ.പിയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രമാണോ ഉന്നയിക്കാൻ പറ്റുന്ന വിഷയം? അതല്ലാതെ ഇപ്പോൾ വികസനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്തെ വികസന നേട്ടങ്ങൾ സംസ്ഥാന സർക്കാർ പറയും. നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് തരേണ്ട, കേന്ദ്രം ഇങ്ങോട്ട് തരേണ്ട ഫണ്ട് തരാത്ത സാഹചര്യമാണ് ഇവിടെ നിൽക്കുന്നത്. അതും ഇവിടെ ചർച്ചയാകും. അപ്പോൾ ഇവിടെ ബി.ജെ.പിക്ക് പറയാൻ എന്തുണ്ട് കേരളത്തിൽ? തീർച്ചയായും ഞാൻ പറയുന്നത് വികസനത്തെ മാത്രം മുൻനിർത്തി ഇന്ന് തെരഞ്ഞെടുപ്പിന് നേടുന്നത് ബി.ജെ.പി മാത്രമാണ്. നമ്മൾ ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞ 45 ദിവസത്തിനുള്ളിൽ നമ്മൾ വികസനത്തിനുള്ള പ്ലാൻ നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് വന്ന് അവതരിപ്പിക്കുമെന്ന് പറയുകയാണ്. അത് എന്താ വികസനമല്ലേ? നരേന്ദ്രമോദിജി വയനാട്ടിൽ വന്നിരുന്നു. ദുരന്ത ശേഷം ഉറപ്പുകൾ തന്നിരുന്നു, കുട്ടികളെ ചേർത്ത് പിടിച്ചിരുന്നു. എന്നിട്ട് എന്തായി? അതെ അല്ല, ഇപ്പൊ ഞാൻ വളരെ കൃത്യമായി തന്നെ പറയുന്നതാണ്. ഈ വയനാട്ടിലെ ഡിസാസ്റ്റർ റിലീഫിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെതായ ചട്ടപ്രകാരം മുന്നോട്ട് നീങ്ങുവാൻ കേരള സർക്കാരിന് കഴിയാത്തത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പണം പോലും ശരിയായ രീതിയിൽ ഉപയോഗിക്കുവാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം, ഇപ്പൊ സ്മൃതി, ഞാൻ വളരെ കൃത്യമായി ഇവിടെ എടുത്തു പറയുവാൻ താല്പര്യപ്പെടുന്നത്, പല പാർട്ടികളും അവർ ജാതിയും മതവും മറ്റും പറഞ്ഞ് സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ എങ്ങനെയും വിജയിച്ച് മുന്നോട്ട് വരുവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വളരെ കൃത്യമായി പറയുന്നത്, കഴിഞ്ഞ 10 വർഷമായി മോദി സർക്കാർ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ഭരിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും അതാത് രീതിയിൽ ഉള്ള വികസനം ഉറപ്പുവരുത്തുന്നത് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ളത് ഇനി ഒരു ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ള രീതിയിൽ, അതായത് പഞ്ചായത്ത് തലത്തിൽ തൊട്ട് സംസ്ഥാന തലത്തിൽ തൊട്ട് കേന്ദ്ര സർക്കാർ തലത്തിൽ വരെ അത് തിരുവനന്തപുരത്ത് വളരെ കൃത്യമായി നമുക്ക് നടത്തിയെടുത്തുവാൻ സാധിക്കും. കാരണം ഇനി അങ്ങോട്ട് വരുന്ന തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്നും ബി.ജെ.പിക്ക് എം.എൽ.എമാരുണ്ടായിരിക്കും. അവിടെ കോർപ്പറേഷൻ ഭരിക്കുന്നതും ബി.ജെ.പി ആണെങ്കിൽ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന ബി.ജെ.പിയും ഒത്തൊരുമിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. അതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ ജില്ലകളിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി ബിജു നായർ, ഞാൻ ശ്രീ ചാണ്ടി ഉമ്മനിലേക്ക് വന്നു. ശ്രീ ചാണ്ടി ഉമ്മൻ, ഇപ്പോൾ കോർപ്പറേഷനുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കണ്ണൂരാണ് UDFന്റെ ഉറച്ചകോട്ട, കോൺഗ്രസിന്റെ ഉറച്ചകോട്ട. അത് ഇത്തവണയും പിടിച്ചെടുക്കും, അല്ലെങ്കിൽ ഇത്തവണയും ഞങ്ങൾക്കൊപ്പം ആകും എന്നുള്ള ആത്മവിശ്വാസം കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നുണ്ട്. കണ്ണൂരിന്റെ കാര്യം അവിടെ നിൽക്കുമ്പോൾ മറ്റിടങ്ങളിലെ സാഹചര്യം എന്താണ്? നിങ്ങൾക്ക് കൂടുതലായി ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങൾ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ വിമത പ്രശ്നം ഒരു വശത്ത് നിൽക്കുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങൾ എത്രത്തോളം അത് ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നുണ്ട്? അതിലൊരു ഐക്യം എത്രത്തോളം പ്രകടമാണ് എന്നുള്ളതാണ് കോൺഗ്രസിനോടുള്ള ചോദ്യം. ശ്രീ ചാണ്ടി ഉമ്മൻ. കണ്ണൂർ പോലെ തന്നെ തൃശ്ശൂർ ഉറച്ച കോട്ട തന്നെയാണ്. അവിടെ ചില പ്രശ്നങ്ങൾ കാരണം, ഇന്റേണൽ ഇഷ്യൂസ് കാരണം കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് എറണാകുളത്തിൻ്റെ കാര്യവും. എറണാകുളത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഘടന സംവിധാനം ഉള്ളതാണ്. കോഴിക്കോട് ഇപ്പോൾ തിരിച്ചു വരവിനുള്ള പൂർണ്ണമായ ഒരു ശ്രമത്തിൽ നിൽക്കുന്നു. തിരുവനന്തപുരത്ത് നല്ല രീതിയിൽ ശ്രീ ശബരിയെ പ്രഖ്യാപിച്ചപ്പോൾ തൊട്ട് വൈഷ്ണവ അടക്കമുള്ള കാൻഡിഡേറ്റ്സിൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു പെർഫോമൻസ് തിരുവനന്തപുരത്ത് കാഴ്ചവെക്കാൻ പോവുകയാണ്. വലിയ ഒരു ഡിഫറെൻറ്റ് തലത്തിലേക്ക് കോഴിക്കോടും തിരുവനന്തപുരം പോകാൻ പോകുന്നു. കൊല്ലത്തും നല്ല ഒരു ഫൈറ്റിംഗ് ചാൻസിലേക്ക് UDFന്റെ പ്രവർത്തനം, അത് ഓരോ നേതാക്കന്മാർക്കും ചാർജ് കൊടുത്ത് നല്ല രീതിയിൽ UDFന്റെ പ്രവർത്തനം കഴിഞ്ഞ കുറേ നാളുകളായി. അത് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഞാൻ അഭിനന്ദിക്കുക. അദ്ദേഹം മിഷൻ 2025 എന്ന നിലയിൽ ഒരു വർഷം മുമ്പ് തന്നെ ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ച് അതിന് വേണ്ട അച്ചടക്കത്തോടുകൂടിയുള്ള പ്രവർത്തനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് ഇന്ന് ഓരോ ലീഡേഴ്സും, ശ്രീ കെ മുരളീധരൻ തിരുവനന്തപുരത്താണെങ്കിൽ, കൊല്ലത്ത് ശ്രീ ശിവകുമാർ അടക്കം ഓരോ
തലത്തിലും പ്രതിപക്ഷം നേരിട്ട് നോക്കുന്ന കൊച്ചിൻ കോർപ്പറേഷൻ അടക്കം നല്ല രീതിയിൽ ഉള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ പോവുകയാണ്. നല്ല റിസൾട്ട് ഇതിനകത്ത് വരാൻ പോകുന്നു. കോഴിക്കോട് പക്ഷേ മേയർ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന ആളെ തന്നെ പിന്നെ മാറ്റേണ്ടി വന്നല്ലോ ശ്രീ ചാണ്ടി ഉമ്മൻ. കോഴിക്കോട് ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശത്തിൽ കൊണ്ടുവന്നു വിനെ, പിന്നെ അത് മാറ്റേണ്ടി വന്നു. പിന്നീട് അങ്ങനെ ഒരു സെലിബ്രിറ്റി അല്ല കൊണ്ടുവയ്ക്കാൻ പറ്റിയത്. അപ്പോൾ കോഴിക്കോട് എന്ന് വെച്ചാൽ 40 വർഷമായി അവിടെ ഇടത് കോട്ടയാണ്. അല്ല, അതൊക്കെ സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടി വരും. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ കാര്യങ്ങൾ നടക്കണമെന്നില്ല. ചില വ്യത്യാസങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരും. പക്ഷേ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം അവിടെ താഴെത്താഴെ നടക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു സ്ഥാനാർത്ഥി മാറിയത് കൊണ്ട് ഞങ്ങളുടെ വർക്ക് ഡിറെയിൽഡ് ആവുന്നില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ തന്നെ ലീഡർഷിപ്പ് മുഴുവൻ ഓരോ കോർപ്പറേഷനും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പൂർണ്ണമായ ആത്മവിശ്വാസം കൊണ്ട് വിമതര ഉണ്ടാകുന്നതിന് കാരണം ജയസാധ്യത ഉണ്ട് എന്നുള്ള തോന്നലിലും കൂടിയാണല്ലോ. അവർക്കൂടെ ജയിക്കാം, അല്ലെ അവരാണ് ജയിക്കാൻ പറ്റിയ കാൻഡിഡേറ്റ് എന്നുള്ള വിശ്വാസമില്ല. അപ്പോൾ കോൺഗ്രസ് തിരിച്ചു വരവിൻ്റെ പാതയിലാണ് എന്നുള്ള ഒരു സാധ്യത കൂടി നിൽക്കുന്നു എന്നുള്ളതാണ് വിമതരെ സൂചിപ്പിക്കുന്നത്. പക്ഷേ അതിനെയൊക്കെ മറികടന്നും വിമതരെയൊക്കെ മറികടന്നും UDF ഈ പ്രാവശ്യം മിന്നുന്ന പെർഫോമൻസ് കാണിക്കും എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം. ചാണ്ടി ഉമ്മന്റെ ഒരു ദിവസത്തെ പ്രചാരണ രീതി എങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ? ഞാൻ രാവിലെ വീടുകൾ കയറിയുള്ള പ്രവർത്തനമാണ്. ഞാനിപ്പം 1000-ഓളം വീടുകൾ കടകളും പുതുപ്പള്ളിയിൽ കയറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം പിന്നെ ഇതേപോലെ ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ശ്രീ പി ജയരാജൻ, പാലത്തായി പീഡനക്കേസിൽ CPMന്റെ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ P ഹരീന്ദ്രന്റെ വിവാദ പ്രസംഗം അങ്ങും അത് കേട്ടിരിക്കുമെന്ന് കരുതുകയാണ്. അതിൽ അദ്ദേഹം പറയുകയാണ്, പ്രതി ഹിന്ദു ആയതിനാലാണ് മുസ്ലിം ലീഗും SDPയും കേസിൽ ഇടപെട്ടതെന്ന്. എന്നിട്ട് മുസ്ലിം നാമധാരികൾ ഉൾപ്പെട്ട മറ്റു പീഡനക്കേസുകൾ, അത് മദ്രസകളിലൊക്കെ നടക്കുന്ന പീഡനക്കേസുകളൊക്കെ അദ്ദേഹം പ്രസംഗത്തിൽ ഇങ്ങനെ ഘോരഘോരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു CPM നേതാവിൽ നിന്നാണോ ഈ പ്രസംഗമെന്ന് ആശ്ചര്യപ്പെട്ടു പോയി. ഇക്കാര്യത്തിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ അദ്ദേഹത്തിനൊരു വിശദീകരണം വരുന്നുണ്ട്. ആ വിശദീകരണവും അത്ര നല്ല വിശദീകരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പാലത്തായി കേസിനെ വർഗീയമായി കൈകാര്യം ചെയ്തതിനെ വിമർശിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇരയും വേട്ടക്കാരനും ഒരേ സമുദായത്തിൽപ്പെട്ട കേസുകൾ പാനൂർ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെന്താണ്? ഒരു ഇരയും ഒരു വേട്ടക്കാരനും ഉണ്ടാകുമ്പോൾ സമുദായം നോക്കിയിട്ടാണോ അതിനെ വിമർശിക്കേണ്ടത്? എങ്ങനെയാണ് ഒരു CPM നേതാവിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രസംഗം ഉണ്ടായത് ശ്രീ ജയരാജൻ? അതായത് സ്മൃതി, ഈ ചർച്ച തുടങ്ങിയത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ മുഖ്യമായിട്ടുള്ള ചർച്ചാ വിഷയം എന്താണ് എന്ന് തുടങ്ങിയിട്ടാണ്. അവസാനിപ്പോൾ പാലത്തായി കേസിലെത്തി. പാലത്തായി കേസിലെ BJP-കാരനായിട്ടുള്ള അധ്യാപകൻ കേരളത്തിലെ പോലീസിൻ്റെ സമർത്ഥമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലും പ്രോസിക്യൂഷൻ അത് കൃത്യമായിട്ട് കോടതിയിൽ തെളിവ് നൽകിയതിൻ്റെ ഫലമായിട്ടും അദ്ദേഹം ഇപ്പോൾ ജീവാവസാനം വരെ ശിക്ഷിക്കപ്പെട്ട് ഇപ്പോൾ ജയിലിലാണുള്ളത്. നിങ്ങൾക്ക് ഒരു പ്രസംഗത്തെ പറ്റിയാണ് ചർച്ച ചെയ്യേണ്ടത്. പാലത്തായി കേസ് വന്നപ്പോൾ നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ചത് പിണറായിയും മോദിയും തമ്മിൽ ഡീൽ, BJP CPM ഡീൽ എന്നാണ്. അതൊക്കെ ഞങ്ങൾ മറുപടി പറഞ്ഞാൽ അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. അതുകൊണ്ട് ഈ പ്രസംഗമാണ് ചർച്ചാ വിഷയമാവുക എന്നതിനോടും എനിക്ക് യോജിപ്പില്ല. ശബരിമലയെ കുറിച്ചും കോൺഗ്രസ്സുകാരും BJP-ക്കാരും പറയട്ടെ, ഞങ്ങൾ പറയും. ഉണ്ണികൃഷ്ണൻ പോറ്റി തീർച്ചയായിട്ടും പറയും സ്മൃതി, അതിന് മറുപടി പറയും. പക്ഷേ മുഖ്യമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയം ശബരിമലയിലെ സ്വർണ്ണ പ്രശ്നമാണ് എന്ന് കോൺഗ്രസും BJP-യും പറയുന്നു. അവർ പ്രസംഗിക്കട്ടെ, ഞങ്ങൾ മറുപടി പറയും. അവിടുത്തെ പ്രധാനപ്പെട്ട സ്വർണ്ണ കേസിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതിയുണ്ടല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്, BJP നേതാക്കന്മാരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. ഞാൻ പറഞ്ഞോട്ടെ, അതെ ഞങ്ങള് തീർച്ചയായിട്ടും അതൊക്കെ ചർച്ച ചെയ്യട്ടെ. പക്ഷേ ഞങ്ങൾ കണക്കാക്കുന്നത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ മുഖ്യമായിട്ടുള്ള വിഷയം സാധാരണക്കാരൻ്റെ മൂർത്തമായ ജീവിത പ്രശ്നങ്ങളാണ്. ആ ജീവിത പ്രശ്നങ്ങളെപ്പറ്റി പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ ലീഗിൻ്റെ പ്രതിനിധിയായിട്ടുള്ള നവാസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വളരെ കൗതുകകരമായിട്ട് തോന്നി. അത് ടോയ്ലറ്റിനെ കുറിച്ചിട്ടാണ്. കോൺഗ്രസും BJP-യും മറുപടി പറയേണ്ട വിഷയമാണ് ടോയ്ലറ്റ്. ഈയിടെ ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ വാർത്തകൾ നൽകുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്ന് ചില മാധ്യമ പ്രതിനിധികൾ പോയല്ലോ ബീഹാറിലെ ഒരു ഗ്രാമം. ആ ഗ്രാമപ്രദേശത്ത് ടോയ്ലറ്റ് അന്വേഷിച്ച് നടന്നു. ഞാൻ കോൺഗ്രസ്സുകാരോടും BJP-ക്കാരും, നിങ്ങൾ ഭരിച്ച സംസ്ഥാനമല്ലേ ബീഹാർ, BJP-ക്കാർ ഭരിച്ച സംസ്ഥാനമല്ലേ ബീഹാർ, ആ ഗ്രാമത്തിൽ ഒറ്റ ടോയ്ലറ്റില്ല, വെളിയുടെ വിസർജനം. ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ വളപ്പിൽ പോവാന്നാ കിണ്ടിയിലെ വെള്ളം എടുത്തിട്ട്. ഈ കേരളത്തിൽ ടോയ്ലറ്റ് ഇല്ലാത്ത എത്ര വീടാണുള്ളത്? അപ്പോൾ
ഇന്ത്യ രാജ്യത്ത് വികസന കാര്യത്തിൽ കോൺഗ്രസും BJPയും അവലംബിച്ച ഒരു കാര്യമാണ് നവാസിൻ്റെ ടോയ്ലറ്റ് പ്രയോഗത്തിലൂടെ ഞങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി ഇവിടെ പിന്നെ ഇത്ര പൈസ ഞങ്ങൾ ചെലവഴിച്ചു, ഇത്ര പൈസ ചാർജ് വർദ്ധിപ്പിച്ചു എന്ന് പറയുന്ന UDFകാരോട് ടോയ്ലറ്റിനെ പറ്റി പറഞ്ഞാൽ മനസ്സിലായില്ലേ? ബീഹാറിലെ ഗ്രാമത്തിൽ ഒറ്റ ടോയ്ലറ്റും ഇല്ലാത്ത അടക്കം വെച്ചുകൊണ്ട് അത് വാർത്ത കൊടുത്തു. അതെ അദ്ദേഹം പറഞ്ഞത്. അപ്പോ ചില ചാർജുകളൊക്കെ കേരളത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് അതിദാരിദ്ര്യ മുക്തമായിട്ടുള്ള സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നീതി ആയോഗ് അടക്കം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. വീട്ടമ്മമാർക്കുള്ള സഹായം, ആ വീട്ടമ്മമാർക്ക് 31,34,000 വരുന്ന വീട്ടമ്മമാർക്കുള്ള സഹായം പ്രതിവർഷം 3,800 കോടി ഉറുപ്പികയുടെ ബാധ്യത വരുന്ന ഒരു പദ്ധതി ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കുകയാണ്. ക്ഷേമ പെൻഷനുകൾക്കായിട്ട് UDF സർക്കാരിൻ്റെ കാലത്ത് 2011-16 കാലത്ത് 10,700 കോടി ഉറുപ്പിയാണ് ചെലവഴിച്ചതെങ്കിൽ ഇപ്പോൾ പിണറായിയുടെ സർക്കാർ 45,517 കോടി രൂപ ചെലവഴിക്കുന്നു. ഇങ്ങനെ ക്ഷേമകാര്യങ്ങൾ വളരെ പ്രധാനമായി കണ്ടുകൊണ്ട് ഉള്ള ഒരു സമീപനം, അതൊരു വികസന കാഴ്ചപ്പാടായി നടപ്പാക്കപ്പെടുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ അങ്ങനെയെങ്കിൽ ശ്രീ ജയരാജൻ ഇത്രയും ക്ഷേമകാര്യങ്ങൾ ഒന്ന് പറയട്ടെ ശ്രീ ജയരാജൻ, ഇത്രയും ക്ഷേമകാര്യങ്ങൾ പറയാനും ഇത്രയും അവകാശവാദങ്ങൾ ഉന്നയിക്കാനും നിങ്ങൾക്ക് കഴിയുമെന്നിരിക്കെ എന്തിനാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ, ഒരു പ്രസംഗത്തിൽ ഇവിടെ പാലത്തായിലെ പീഡനം എന്നുള്ളത് 9 വയസ്സുള്ള കുഞ്ഞിന്റെ പീഡനമാണല്ലോ, ആ കുഞ്ഞിനെയാണല്ലോ പീഡിപ്പിച്ചത്. ആ കേസിൽ പ്രതി ജയിലിലാണ് ശിക്ഷ കോടതിയാണ് കൊടുത്തിട്ടുള്ളത്. ശ്രീ ജയരാജൻ കേൾക്കൂ, അങ്ങനെയെങ്കിൽ അതൊക്കെ ആ ഘട്ടങ്ങളിൽ ആ BJPക്കാരനെ അറസ്റ്റ് ചെയ്യാനൊക്കെ എത്ര വൈകി എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട് ശ്രീ ജയരാജൻ. അന്ന് അത് ചർച്ച ചെയ്തിരുന്നതാണ്. ഒറ്റ കാര്യമുള്ളൂ, എന്തിനാണ് ഒരു അങ്ങിത് പറയൂ CPM നേതാവിന്റെ പ്രസംഗത്തെ അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ? ഈ ഹരീന്ദ്രന്റെ പ്രസംഗത്തെ അംഗീകരിക്കുന്നുണ്ടോ? അത് പറയൂ. ഹരീന്ദ്രന്റെ പ്രസംഗത്തെ അംഗീകരിക്കുന്നുണ്ടോ? അതൊക്കെ ആരെങ്കിലും ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള ഉപയോഗിച്ചിട്ട് ജില്ലാ സെക്രട്ടറി അവസരത്തിൽ നിങ്ങൾ പറയേണ്ടത് ആക്കട്ടെ. അത് നമ്മളെ നാട്ടിലൊരു ചൊല്ലുണ്ട് സ്മൃതി, അടി കൊണ്ടതല്ല ആള് കണ്ടിട്ട് കൂവിയതാണ് പ്രശ്നം. അടി കൊണ്ടതാ മുഖ്യമായിട്ടുള്ള പ്രശ്നം. പാലത്തായി കേസിൽ പീഡിപ്പിച്ചിട്ടുള്ള BJPക്കാരനായിട്ടുള്ള അധ്യാപകൻ പോലീസ് അന്വേഷണ സംഘത്തിൻ്റെ ഫലപ്രദമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് പ്രോസിക്യൂഷൻ വളരെ ഫലപ്രദമായി കേസ് നടത്തിയതിൻ്റെ ഫലമായിട്ട് ഈ ലീഗും SDPIയും കോൺഗ്രസുമെല്ലാം പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു CPM എന്നുള്ള വലിയ നിലക്കുള്ള പ്രചാരവേല നടത്തിയിട്ട് വിധി വന്നപ്പോൾ മിണ്ടുന്നില്ലല്ലോ. ജീവാവസാനം വരെ തടവിൽ കഴിയുന്ന ഒരു ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ കേരളത്തിലെ പോലീസിനെ അഭിനന്ദിക്കണം, പ്രോസിക്യൂഷനെ അഭിനന്ദിക്കണം, അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് നയിച്ചിട്ടുള്ള ഗവൺമെന്റിനെ അഭിനന്ദിക്കണം. ശ്രീ ജയരാജൻ, അങ്ങനെ ശിക്ഷ കഴിഞ്ഞ ഒരു കാര്യത്തിൽ ശിക്ഷ വിധിച്ചു കഴിഞ്ഞ കാര്യം അങ്ങനെയാണെങ്കിൽ ശിക്ഷ വിധിച്ചു കഴിഞ്ഞ കാര്യമാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയത്? എന്തിനാണ് CPM നേതാവിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു പ്രസംഗം ഉണ്ടായത്? അതിലെ പ്രതി ഹിന്ദു ആണ് എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? അതായത് ഇവിടെ മുസ്ലിം വർഗീയത ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ലീഗ് നടത്തുന്നുണ്ട്. ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി പ്രതിജ്ഞയെടുത്ത ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചിട്ടാണ് നമ്മുടെ കോൺഗ്രസും ലീഗും നടക്കുന്നത്. മലപ്പുറത്ത് ഈയിടെ സോളിഡാരിറ്റി നടത്തിയ സെമിനാർ എന്തായിരുന്നു വിഷയം എന്നറിയോ? മൗദൂദിയുടെ ഇസ്ലാമിക ദർശനം പഠിപ്പിക്കണം എന്നാ. ഏത് 2025 1947 ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ടപ്പോൾ ഇവിടുന്ന് പൃഷ്ഠത്തിൻ്റെ പൊടിയും തട്ടിയിട്ട് പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള മൗദൂദിയുടെ ദർശനം ഈ 2025 മുസ്ലിങ്ങൾ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് സോളിഡാരിറ്റി വരുമ്പോൾ ഈ കോൺഗ്രസ്സുകാരും ലീഗുകാരും മിണ്ടുന്നുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുമായി നടത്തിയ ചർച്ചകളെക്കുറിച്ച് അങ്ങ് തന്നെയല്ലേ അങ്ങയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് ശ്രീ പി ജയരാജൻ? തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമാണെങ്കിൽ നിങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ. അല്ല ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ട് ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല. അങ്ങ് ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ, അങ്ങയുടെ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുമായി നടത്തിയ ചർച്ചകളെ കുറിച്ചും തെരഞ്ഞെടുപ്പുകളിൽ സഹകരിച്ചതിനെ കുറിച്ചും ദേശാഭിമാനിയിൽ തന്നെ മുഖപ്രസംഗം വന്നിട്ടുള്ളതാണ്. നമ്മൾ ഒരു ഘട്ടത്തിൽ അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഏത് ഘട്ടത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്തുണയ്ക്കേണ്ടി വന്നത്? പ്രത്യേക സാഹചര്യത്തിലാണ്. ഇല്ല, താങ്കൾ ആ പുസ്തകം വായിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്തത് ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച ചെയ്തത്
ജമാഅത്തെ ഇസ്ലാമി RSSുമായിട്ടാണ് ചർച്ച ചെയ്തത്. അതേക്കുറിച്ച് ആ പുസ്തകത്തിൽ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി RSSുമായി ചർച്ച നടത്തിയെന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. ശരി, മൗദൂദിയുടെ ദർശനം പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള മൗദൂദിയുടെ ദർശനം പഠിപ്പിക്കണമെന്ന് 2025 പ്രചരിപ്പിക്കുന്ന അവരെയും കൂട്ടിയിട്ട് നടക്കുന്ന ലീഗ് മറുപടി പറയണം. ലീഗിനെ വർഗീയ പാർട്ടി എന്ന് കൂടി പറഞ്ഞു അദ്ദേഹം. അത് ഒരു പ്രത്യേകം പറഞ്ഞു, 2 തവണ ഞാൻ ചോദിച്ചു, അദ്ദേഹം അത് പറഞ്ഞു. വർഗീയ നിലപാടുമായി ലീഗ് നിൽക്കുന്നു. നവാസ് മറുപടി പറയാം. ഒന്ന്, ഇവിടെ ഇപ്പോൾ നേരത്തെ പാലത്തായി കേസുമായി ബന്ധപ്പെട്ട് സഖാവ് പറയുന്നത് കേട്ടു, സഖാവ് ജയരാജൻ പറയുന്നത് കേട്ടു. അത് കേരളത്തിലെ പോലീസിൻ്റെ വലിയ കഴിവാണ് എന്ന്. സ്മൃതി, 2020 മാർച്ച് മാസം 17 പാനൂർ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു കേസ് ഏപ്രിൽ മാസം 15 വരെ ഈ ഒരു മാസക്കാലം ഈ പ്രതിയെ പിടിക്കാതിരുന്ന് കേരളം ചർച്ച ചെയ്തിരുന്നില്ല. അന്നത്തെ ടീച്ചറമ്മ പറഞ്ഞത് എനിക്ക് ആ കേസിനെ കുറിച്ച് അറിയുമായിരുന്നില്ല എന്ന് പറഞ്ഞത് കേരളം മറന്നുപോയി എന്നാണോ സഖാവ് വിചാരിക്കുന്നത്? അന്നത്തെ IG ശ്രീജിത്തിൻ്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നത് നമ്മൾ മറന്നുപോയതാണോ? ആ ഫോൺ സംഭാഷണത്തിന്റെ പിൻബലത്തിൽ ആ കുട്ടിയുടെ മാതാവ് ഹൈക്കോടതിയിൽ പോയി പ്രത്യേക അന്വേഷണ സംഘം വേണം എന്ന് പറഞ്ഞതും അതിന്റെ അടിസ്ഥാനത്തിൽ സംഘം വന്നതും നമ്മൾ മറന്നുപോയതാണോ? അങ്ങനെ സഖാബ് എല്ലാത്തിനും കൂടി ക്രെഡിറ്റ് എടുത്ത് പോവല്ലേ. ഒന്ന്, ഒരു കൂട്ടരെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു, അവരെ സംരക്ഷിക്കുന്നവരുടെ പിന്തുണ നിങ്ങൾ വാങ്ങി, RSSുകാരന്റെ പിന്തുണ നിങ്ങൾക്ക് കിട്ടി. ഇനി ഇവിടെ വിക്ടിമിന്റെ കൂടി പിന്തുണ നിങ്ങൾക്ക് രണ്ടും നിങ്ങൾക്ക് വേണം എന്ന് പറയുന്നത് എന്ത് മാന്യതയാണ്? അതൊരു മാന്യതക്കേടില്ലേ? ഏതൊരു മാന്യതക്കേടില്ലേ സഖാവേ? പിന്നെ മറ്റൊന്ന്, ഇപ്പോ സഖാവ് പറഞ്ഞത് ഞാനൊന്ന് പറയട്ടെ. ശിക്ഷിക്കപ്പെട്ടത് ലീഗിന്റെ സംഘടന സമയത്ത് ഞാൻ അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും അല്ല. താങ്കളുടെ പാർട്ടിയുടെയോ താങ്കളുടെ ഭരണകൂടത്തിന്റെയോ ശ്രമത്തിലല്ല. കേരളത്തിലെ ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പിൽ ആ കുട്ടിയുടെ മാതാവ് ചെല്ലുകയും അതിന്റെ പേരിൽ പ്രത്യേക അന്വേഷണം ഉണ്ടാവുകയും അതിന്റെ പേരിൽ ഉണ്ടായതാണ്. അല്ലാതെ പിണറായി വിജയന്റെ ഔദാര്യത്തിൽ ഉണ്ടായതല്ല. അങ്ങനെ അതിനെ പറഞ്ഞു വെക്കരുത്. പിണറായി വിജയന്റെ എല്ലാ ഔദാര്യവും കിട്ടുന്നത് BJP-ക്കാർക്കാണ്. ഒരു മാസക്കാലം അങ്ങയുടെ നാടിന്റെ ഈ വീട്ടിനകത്ത് തന്നെ പ്രതി താമസിച്ചപ്പോൾ പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അത് നിങ്ങൾ സംശയമില്ലല്ലോ. ഇപ്പോ സംരക്ഷിക്കപ്പെടുന്ന പ്രതികളെ നിങ്ങൾക്ക് വേണം. വിക്ടിമിന്റെ നടക്കുന്ന ലോക്കൽ സെക്രട്ടറിയാണ് സഖാവ് ബൈജു. ബൈജു ആയിരുന്നു സെക്രട്ടറി. അല്ല, ആക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി, ആക്ഷൻ കമ്മിറ്റി ലോക്കൽ സെക്രട്ടറി ആണോ? ആക്ഷൻ കമ്മിറ്റി CPM ഉണ്ടോന്നല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ട് ADE ശ്രീജിത്തിന്റെ വോയിസ് പുറത്തു വന്നില്ല സഖാവിന് അഭിപ്രായം ഉണ്ടോ? സംഭാഷണം പുറത്തു വന്നതിനെ കുറിച്ച് സഖാവിന് എന്താ പറയാനുള്ളത്? ശരി, ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് പ്രതിയെ പിടിക്കാതിരുന്നിട്ട് പിടിച്ചത് എവിടുന്നാണ്? അതേ നാട്ടിൽ വെച്ച് പിടിക്കപ്പെടുമ്പോ ആരാ സംരക്ഷണം കൊടുത്തത്? ഇനിയിപ്പോ സഖാവ് പറയണ്ടോ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി ഞങ്ങളുടെ കാര്യം പറയാം. SDPI കുഴപ്പമുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി കുഴപ്പമുണ്ടോ? ഈ പറയുന്ന അധികാരം കയ്യിൽ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ പിടിച്ചകത്തുള്ളേ ജമാഅത്തെ ഇസ്ലാമിയെ തരാതരം പോലെ നിങ്ങൾ ഉപയോഗിച്ചില്ലേ? SDPI കുറിച്ച് നിങ്ങൾ പറയുന്നു പിണറായി വിജയന്റെ പാകിസ്ഥാനല്ല. ഇനി ഏത് രാജ്യത്തെ കുറിച്ച് പറഞ്ഞാലും ഒരു കാര്യം ഞങ്ങൾ പറയാം സഖാവേ, തിരഞ്ഞെടുപ്പാകുമ്പോ വർഗീയത, ജമാഅത്തെ ഇസ്ലാമി, പാകിസ്ഥാൻ, ഈ പദപ്രയോഗങ്ങളെ പുളിഞ്ഞു താഴ്ന്ന പദപ്രയോഗങ്ങളെ മാത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ BJP-ക്ക് കൂടി അവസരം കൊടുക്കാം. കുറച്ച് BJP-ക്ക് കൂടി ഇതൊക്കെ പറയാനുള്ള അവസരം കൊടുക്കാം. നിങ്ങൾ കേസെടുക്കേ. ശരി, നമ്മുടെ സമയം അതിനാവശ്യമില്ല സ്മൃതി. BJP ഇപ്പൊ പറയേണ്ട കാര്യമില്ല. അത് വെടുപ്പും വൃത്തിക്കും പറയുന്നത് ഇവരാണ്. നമുക്കറിയാം MP ഗോവിന്ദ മാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താ, കുഞ്ഞാലിക്കുട്ടി വർഗീയവാദിയാണ്, VD സതീശൻ വർഗീയവാദിയാണ്. എന്നാൽ കേരളത്തിൽ അടുത്തിടെ ഏറ്റവും കൂടുതൽ വർഗീയ ദർശനമൊക്കെ നിങ്ങൾ സഹകരിക്കുമ്പോഴും ഉണ്ടായിരുന്നു. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും വരുന്ന ഒരു വിഷയമായി ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുവരികയാണ് CPM. വളരെ നന്ദി ശ്രീ P. ജയരാജൻ, ശ്രീ ചാണ്ടി ഉമ്മൻ, ശ്രീ PK നവാസ്, ബിജു നായർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.